ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ സാറിന്റെ അനുസ്മരണവും കൊച്ചിൻ മൻസൂർ നയിക്കുന്ന ഗാനസന്ധ്യയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേദിയിൽ നമ്മുടെ വിശിഷ്ട വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നേ ദിവസത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായ മലയാളത്തിന്റെ ഗാനരചയിതാവ് ശ്രീ ചിറ്റൂർ ഗോപി സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക ഗാനശാലയുടെ ഏറ്റവും നിറഞ്ഞ സ്നേഹം സ്വാഗതവും ആശംസിക്കുന്നു. നല്ലൊരു കൈ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമ്മുടെ 59ാം ഡിവിഷൻ കൗൺസിലർ പ്രിയപ്പെട്ട ശ്രീ PR റിനീഷ് സാറിനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം നമ്മുടെ PKM വായനശാല പ്രസിഡന്റ് ശ്രീ പീറ്റർ മാഷിനെയും PKM വായനശാല സെക്രട്ടറി ശ്രീ CC പത്മനാഭനെയും എല്ലാവരുടെയും പേരുള്ള സ്നേഹസ്വാഗതം ആശംസിക്കുന്നു. സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ചേർത്തിരുന്നു. മനു, അസ്സലാമു അലൈക്കും, നമസ്തേ. ഞാൻ മനുവിനെ പറ്റി പറയാൻ ഒരു ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കൽ പാലക്കാട് അമ്മയുടെ നിന്ന് ഞങ്ങൾ ഭാര്യയും ഞാനും മോളും കൂടെ വരുന്ന വഴിക്ക് തൃശ്ശൂർ ബൈപ്പാസിനടുത്ത് ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ അവിടെ ഷവർമ്മ എന്ന് എഴുതിയിരിക്കുന്നത് SHAHVARM എന്നാണ്. ശരിക്കും W ആണ് വേണ്ടത്. അപ്പം ഒരാൾ ചോദിച്ചു, മുസ്ലിങ്ങളിൽ വർമ്മമാരുണ്ടോ എന്ന് ചോദിച്ചു. ഷാ വർമ്മ. അപ്പം ഞാൻ പറഞ്ഞുണ്ട്, മൻസൂർ വർമ്മ എന്ന് പറഞ്ഞു. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, മനുവിനെ ഞങ്ങൾ ദത്തെടുത്തിട്ട് 10-25 കൊല്ലമായി ഈ കുടുംബത്തിലേക്ക്. ഞങ്ങൾ 4 മക്കൾ പാടിയിരിക്കുന്ന കൂടുതൽ പാട്ട് വയലാറിനെ കുറിച്ച് മനു പാടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗമാണ്. അച്ഛനൊരിക്കലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ വീടിൻ്റെ പരദേവത ഏറ്റുമാനൂരപ്പനാണ്, ഈ രാഘവപുരമില്ലേ, അത് ശിവനാണ്. നീ എപ്പോഴെങ്കിലും ശിവനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, കണ്ടിട്ടുണ്ട്, ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കലാകാരൻ്റെ ഭാവന, അത് യഥാർത്ഥ ശിവനാകണമെന്നില്ല. പക്ഷേ ശിവൻ്റെ ജടയിൽ ഒരു ചന്ദ്രക്കലയുണ്ട്. ആ ചന്ദ്രക്കല നീ ഇടയ്ക്കിടയ്ക്ക് കാണും. അതാണ് റംസാൻ പിറ. അപ്പോൾ 2 മതത്തിനെ ഒരുമിച്ച് ഞങ്ങൾ കേൾപ്പിച്ചൊരു കാര്യമാണ്. എനിക്കിപ്പോൾ മനു ഈ വീട്ടിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ കഥയാണ് ഓർമ്മ വരുന്നത്. ഒരിക്കലും നീ ശിവനെ കാണില്ല, പക്ഷേ നിൻ്റെ ശിവൻ്റെ ജടയിലെ ചന്ദ്രക്കല നീ കാണും. അങ്ങനെ എല്ലാ തുലാമ്പത്തിനും ഒരു ചന്ദ്രക്കല പോലെ ഇവിടെ വന്ന് ഉദിക്കാറുള്ളതാണ് മനു. ഞാനൊരു കാര്യം പറയാം, 5 പേരിൽ ഇത് ഏറ്റവും ഇളയ അനിയത്തി സിന്ധു, ഇത് യമുന, ഇത് ഇന്ദുലേഖ, ഇത് ഞാൻ, ഇത് വയലാറിൻ്റെ കൈപ്പത്തി. ഇത് ഈ കൂട്ടത്തിൽ മനുവിനോട് ചേർക്കുക. 5 പേരിൽ നമ്മൾ 5 മക്കളാണ്. ഓ, വലിയ അംഗീകാരം മൻസൂർ. വലിയൊരു കലാകാരനായിട്ടുള്ള ഒരു മകൻ തന്നെ. അതും കേരളത്തിൻ്റെ എന്താ പറയുക, സാംസ്കാരിക പ്രതലത്തിലെ എണ്ണപ്പെട്ട ഒരു കുടുംബം. തീർച്ചയായും ആ കുടുംബത്തിലേക്ക് താങ്കൾക്ക്, അവരുടെ കുടുംബത്തിലേക്കല്ല, അവരുടെ ഹൃദയത്തിലേക്ക് ചേക്കേറാൻ കഴിഞ്ഞത് താങ്കളുടെ സൗഭാഗ്യമായി. തീർച്ചയായിട്ടും ലോകത്തിൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം, ഏറ്റവും വലിയ മഹാഭാഗ്യം. അവിടെ കയറാൻ, അവിടുത്തെ 5ാമത്തെ സ്ഥാനം കിട്ടിയതെല്ലാം എനിക്ക് കിട്ടിയ മഹാഭാഗ്യം. വയലാർ ഗാനങ്ങളോടുള്ള മൻസൂറിന്റെ ഒരു വല്ലാത്തൊരു അഭിനിവേശം. അതെ, തീർച്ചയായും. എന്താ പറയാ, ഒരു തീവ്ര പ്രണയം എന്നൊക്കെ വേണേൽ പറയാവുന്ന. അതെ അതെ അതെ. അതുകൊണ്ടായിരിക്കും മൻസൂറിനെ അവരൊരു കുടുംബാംഗമായിട്ടാണ് വയലാറിന്റെ കുടുംബം കാണുന്നത്. അവിടെ 5ാമത്തെ മകന്റെ സ്ഥാനം ദൈവം സഹായിച്ച് എനിക്ക് കിട്ടിയത്. എന്താണ് വയലാറിന്റെ ഗാനങ്ങളോടുള്ളൊരു കുഞ്ഞിലെ മുതൽ എനിക്ക് വയലാറിന്റെ ഗാനങ്ങളോട് അന്നേ എനിക്കൊരു ഇഷ്ടം തോന്നിയതായിരുന്നു. ആ വരികളും എല്ലാം കൊണ്ട് തന്നെ. പിന്നീട് വയലാറിന്റെ വീടുമ്പാക്കാരായിട്ട് എനിക്ക് അടുക്കണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഒരു 14 വർഷം മുമ്പ് ആദ്യമായിട്ട് വയലാറിന്റെ സന്നിധി പോയി പാട്ടുപാടി. അമ്മയും എൻ്റെ പ്രിയപ്പെട്ട ശരത്തേട്ടനും എൻ്റെ ചേച്ചിമാരും എല്ലാവരും 5ാമത്തെ മകനായിട്ട് അമ്മ പറഞ്ഞു, ഞങ്ങളുടെ മനുക്കുട്ട വർമ്മ, അച്ഛൻ്റെ 1000ഓളം പാട്ടുകൾ കാണാതെ പാടുകയില്ല, അതുകൊണ്ട് നിന്നെ ഞങ്ങൾ 5ാമത്തെ മകനായിട്ട് എടുക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചു. ആ ഒരു സന്തോഷം നമ്മൾ കൂടി അങ്ങനെ കഴിഞ്ഞ വർഷം വരട്ടെ. അന്ന് കണ്ട ആ സ്നേഹം ഇന്നും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്തൊക്കെയായാലും കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പറയും, ഇതിപ്പോൾ നമ്മൾ ഒരു മോൻ കൂടി ആയി, മോനാണ്. അപ്പോൾ ആ മോനാണ് 3 സഹോദരിമാരുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ കുടുംബത്തിൽ വന്ന. ഇപ്പോൾ ഒക്ടോബർ 27 വരും വന്നു കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കുഞ്ഞാണ് മനു. ആ സ്നേഹമാണ് മനുവിന് ഇങ്ങോട്ടുമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങോട്ടുമുണ്ട്. മൻസൂർ, വലിയ അനുഗ്രഹീതനാണ് താങ്കൾ. എന്താ കാരണം വെച്ചാൽ, അത്തരമൊരു കേരളത്തിന്റെ പാട്ട്, ഗാനം, കവിത, ആ മേഖലയെ മുഴുവൻ സമ്പുഷ്ടമാക്കി പുതിയൊരു ദിശാബോധം നൽകിയ വലിയൊരു വടവക്ഷം പോലുള്ളൊരു വ്യക്തിയുടെ കുടുംബത്തിലേക്കുള്ള താങ്കളുടെ തീർച്ചയായിട്ടും ഒരു ഗമനം, അത് ചെറിയൊരു കാര്യമല്ല. അയ്യോ, തീർച്ചയായിട്ടും. എനിക്ക് ഇന്നും കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് കഴിഞ്ഞ വർഷം അമ്മ എന്നെ അണിയിച്ചതാണ്, വയലാറിന് എഴുതിയ സ്വർണ്ണമോതിരം. ഓ, നോക്കട്ടെ. ഇത് എഴുതിയിരിക്കുന്നത് വയലാറിനാണ്. ഓ, ശരി. ഇത് അമ്മ നൽകിയത്. അമ്മ നൽകിയ അമ്മയും ചേച്ചിമാരും എൻ്റെ ചേട്ടനും എല്ലാവരും ആ മണ്ഡപത്തിൽ. വലിയൊരു ഓസ്കാറിന്റെ തുല്യമായിട്ടുള്ള ബഹുമതിയാണ്. ഇട്ടോളൂ. ഇതാണ് എനിക്ക് കിട്ടിയ വേറെ ഒരുപാട് കയ്യിൽ ഒരുപാടല്ല, ഇതെല്ലാം സമ്മാനം കിട്ടിയ മോതിരങ്ങളാണ്. ആണല്ലേ? ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, പ്രത്യേകിച്ച് നമ്മള്
ഞാൻ സാധാരണ പ്രോഗ്രാം ചെയ്യുന്നത് ഓഡിയൻസിൻ്റെ ചോയ്സ് കൊടുക്കുക 61 മുതൽ 90 വരെയുള്ള കാലഘട്ടത്തിലെ പാട്ട് കൊണ്ടുവരിക. പുതിയ കുട്ടികൾക്ക് ആ നല്ല പാട്ടിന് മഹത്വം ഒന്ന് മനസ്സിലാക്കി വരട്ടെ ഒരാൾ. ഇവിടെ വളരെ നമ്മുടെ ഒത്തിരി പ്രസിദ്ധരായ ഗായകന്മാരും ഗായികമാരൊക്കെ ഉണ്ട്. അവരുടെ ജോലി തന്നെ വേദികളിൽ കയറി പരിപാടികൾ നടത്തുക, കാശ് വാങ്ങിക്കുക. പക്ഷേ അവർ പാടുന്ന പാട്ടുകൾ ഏതെങ്കിലും ഒരു പാട്ടിൻ്റെ ഒരു 12 വരി കവിത മനപ്പാടം ബുക്ക് നോക്കാതെ പാടുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അതാണ് മനസ്സുള്ളിൽ കാണുന്നത്. സമയത്താണ് അവിചാരിതമായിട്ട് അദ്ദേഹം പാട്ട് അദ്ദേഹത്തെ കുഞ്ഞാലിമരിക്കാത്ത സിനിമയിൽ ഭാസ്കര മാഷ് എഴുതി ചിദംബരം സാറ സംഗീതം നൽകിയ ഒരു മുല്ലപ്പൂമാലയുമായി എന്നുള്ള പാട്ട് പാടേണ്ട അവസരം അദ്ദേഹത്തിന് കിട്ടുകയുണ്ടായി. എവിടെയോ അദ്ദേഹം ഗാനമേളയ്ക്ക് പാടിയ പാട്ട് കേട്ട് ഏതൊരു സംവിധായകൻ ആരോ അദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞ് അങ്ങനെ കിട്ടിയൊരു പാട്ടാണത്. പക്ഷേ എല്ലാം വിധിയുടെ ഒരു എന്താ പറയുന്ന ഒരു നിയോഗമായിട്ട് വിൻസെന്റ് മാഷ്, ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ സംവിധായകൻ വിൻസെന്റ് മാഷ് ഇതേമാതിരി ഒരു ഗാനമേള കേട്ട് ദേവരായൻ മാസ്റ്റർ അടുത്ത് പറഞ്ഞു, നന്നായിട്ട് പാടുന്നൊരു പയ്യനുണ്ട്, ഒരു പാട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കളിത്തോഴലിൽ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നുള്ള പാട്ട് പാടിയത്. ആ പാട്ട് പാടിയതിനെ കുറിച്ച് മൻസൂറിനൊക്കെ അറിയാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് ജയേട്ടൻ്റെ അടുത്ത് പറഞ്ഞത്, ദേവരായ മാഷ് പറഞ്ഞത്, നീ ട്രാക്ക് പാടുന്നതാണ്, ഇത് യേശുദാസ് പാടാനുള്ള പാട്ടാണ്, നീ ഇത് ട്രാക്ക് പാടുന്നതാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പം അദ്ദേഹം വിശ്വസിച്ചു. കാരണം അദ്ദേഹത്തെ പ്രസിദ്ധനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ജയേട്ടൻ. പക്ഷേ ആ പാട്ട് നമ്മുടെ മനസ്സിലേക്ക്, അത് ട്രാക്കായിരുന്നില്ല, ശരിക്കും ഒറിജിനൽ പാട്ടായിട്ട് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി അന്ന് തുടങ്ങിയ ഒരു പ്രയാണമാണ് ജയേട്ടൻ്റെ സംഗീതത്തിലെ. ആ പ്രയാണം ഈ 2025 വരെ 80 വർഷക്കാലം ജീവിച്ച അദ്ദേഹം ജീവിതത്തിലെ ഭൂരിഭാഗവും അദ്ദേഹം സംഗീതത്തിന് വേണ്ടി. ഞാൻ പറയുകയാണെങ്കിൽ ജയേട്ടനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നൊരു കാര്യം, സംഗീത താപസ്യൻ എന്നുള്ളൊരു വാക്ക് ഏറ്റവും അന്വർത്ഥമായിട്ടുള്ളൊരു കലാകാരനാണ് ജയേട്ടൻ. കാരണം മറ്റുള്ള പാട്ടുകാർക്കൊന്നും ഇല്ലാത്തൊരു വലിയൊരു പ്രത്യേകത അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം കവിതയെ വളരെയധികം സ്നേഹിച്ചിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പാട്ടെഴുതുന്ന ആളാണ്. നമ്മളൊരു പാട്ടെഴുതി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കി അദ്ദേഹം അത് ഹൃദയസ്ഥമാക്കിയതിന് ശേഷമാണ് ആ പാട്ട് പാടുള്ളൂ. അത് നല്ല വരികളാണെങ്കിൽ അദ്ദേഹം പറയും, നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുള്ളത് പറയും, മോശമായിട്ടുണ്ടെങ്കിൽ അതും പറയും പുള്ളി. ഞാൻ പറഞ്ഞു വന്നത് ഈ ഭാവഗായകൻ എന്നുള്ള പേര് വരാനൊരു കാരണം തന്നെ ആ പാട്ടിൻ്റെ ഭാവം മനസ്സിലാക്കി, ആ വരികളുടെ അർത്ഥം മനസ്സിലാക്കി അതിമനോഹരമായിട്ട് പാടുന്നതുകൊണ്ടാണ് ഭാവഗായകൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് വന്നത്. ഇതിൽ രസകരമായിട്ടുള്ള വസ്തുത, ഒരിക്കലും ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ ചോദിക്കൂ, ഈ ജയേട്ടന് ഭാവഗായകൻ എന്നുള്ള പേര് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചപ്പോഴും പുള്ളി പറഞ്ഞ മറുപടി നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഫേസ്ബുക്കിലേക്ക് കേട്ടിട്ടുണ്ടാവും. പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞു, ഭാവഗായകനൊന്നുമില്ല, ഞാൻ വെറും പാവം ഗായകനാണെന്നാണ് പറഞ്ഞത്. ഇതിനോട് ആരാ പറഞ്ഞ ഭാവഗായകനാണ് ഞാൻ നമ്മൾ തിരിച്ചു ചോദിച്ചു ഇൻ്റർവ്യൂ ചെയ്ത ആളുടെ. അപ്പം അങ്ങനെ ചില കുസൃതികളും ഒരുപാട് കുസൃതികളുള്ളൊരു മനുഷ്യനായിരുന്നു ജയേട്ടൻ. ഞാനിത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കുറേ കുസൃതികൾ ഉള്ള ഒരാളാണ് ജയേട്ടൻ. ശരിക്കും അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പാട്ടുകാരെന്നുള്ള നിലയ്ക്ക് മാത്രമാണ് ജയേട്ടനെ അറിയുന്നത്. പക്ഷെ അതല്ല, കുറേ കുസൃതികൾ കയ്യിലുള്ള ആളാണ്. മൻസൂറിനൊക്കെ ചെറുതായിട്ട് അറിയാൻ പറ്റും. ഞാനത് പലയിടത്തും പറഞ്ഞു, ഇവിടെ പറയണം മോശമെങ്കിലും ഞാൻ മൻസൂറിനെ എത്തിക്കൊണ്ട് പറയുക, മൻസൂറിൻ്റെ വലിയ ആഗ്രഹം വരുന്നു ജയേട്ടനെ പരിചയപ്പെടണം എന്നുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞു BTH വരുമ്പോൾ ഞാൻ കൊണ്ട് പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഒരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു മൻസൂറിനോട്, ജയേട്ടൻ്റെ ഒരു 4 പാട്ട് പഠിച്ചു വെച്ചേക്കണം, ഹിറ്റായിട്ടുള്ള ഒരു പാട്ടും പഠിച്ചു വെക്കരുത്, മറന്നുപോയിട്ടുള്ള പാട്ടായിരിക്കണം ജയേട്ടൻ മറന്നുപോയിട്ടുള്ള പാട്ട്. ഇപ്പം നമ്മൾ മഞ്ഞയിൽ മുങ്ങി തോർത്തിയോ കരിമുകിൽക്കാട്ടിലെ അല്ലെങ്കിൽ നെന്മണിയറയിലൊക്കെ പുള്ളിക്ക് മുറിക്ക് മറക്കില്ല. പുള്ളി ഭയങ്കര ഓർമ്മശക്തിയുള്ള ആളാണ്. അപ്പം മറന്നുപോയിട്ടുള്ള പാട്ട് മൻസൂറാണെങ്കിൽ അറിയാമല്ലോ, മൻസൂറിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് പിന്നെ പറയാം ഞാൻ. മൻസൂർ നമ്മുടെ എന്താ പറയുന്നത് വേൾഡ് റെക്കോർഡൊക്കെ മേടിച്ചപ്പോഴാണ് 10,000 എത്ര കണ്ടപ്പോൾ 10,270 പാട്ട് തലയിൽ കയറ്റി വെച്ചിട്ടുള്ള ആളാണ്. എന്തൊരു തലയാണെന്ന് ആലോചിക്കണേ. നിങ്ങളൊന്ന് കൈയടിക്കണം കേട്ടോ മൻസൂർ. അപ്പൊ മൻസൂർ എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടേ പരിചയപ്പെടുത്തിയപ്പോൾ ഇത് മൻസൂർ അന്ന് 8,000 പാട്ടിൻ്റെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു 8,000 പാട്ടോ? ചേട്ടൻ ചോദിച്ചു 8,000 പാട്ടോ? ആ, ഒരു പാട്ട് നീ പാടിയെന്ന് പറഞ്ഞൊരു പാട്ട് പാടി. ചേട്ടൻ ചോദിച്ചു ഇത് ഏത് പാട്ടാണ്? മൻസൂർ പറഞ്ഞു ഇത് ചേട്ടൻ പാടിയ പാട്ട്. ഞാൻ പാടിയ പാട്ട്. ഏത് പാട്ട്? ഇന്ന സിനിമയിൽ ഇന്നാൾ അഭിനയിച്ച് ഇന്നാൾ ഡയറക്റ്റ് ചെയ്ത മ്യൂസിക് ചെയ്ത
പാട്ടെന്ന് പറഞ്ഞപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി. ഞാൻ പാടിയ പാട്ടാണല്ലോ ഇത്. അങ്ങനെ 4 പാട്ടുകൾ പുള്ളി പാടി കേൾപ്പിച്ചപ്പോഴും ചേട്ടൻ മറന്നിരുന്ന പാട്ടുകളാണ്. പുള്ളി അതോടി എന്നെ ഉപേക്ഷിച്ചിട്ട് പുള്ളി മൻസൂറിന്റെ കൂട്ടുകാരനായി. പരിചയപ്പെടുത്തി ഞാൻ ഔട്ടായി. മൻസൂറുമുള്ള സ്വന്തമായി അതോടി. ഞെട്ടിപ്പോയി ചേട്ടൻ സത്യം പറഞ്ഞ. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള വലിയൊരു മനസ്സ് ഉള്ള ആളാണ് ചേട്ടൻ എപ്പോഴും. നിങ്ങൾക്കറിയാം, ചേട്ടൻ്റെ അടുത്തൊരു പാട്ട് പാടാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ പാട്ടായിരിക്കും പാടുന്നത് മിക്കപ്പോഴും. എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിലോ അല്ലെങ്കിൽ സ്നേഹഗായി എന്നുള്ള പാട്ട്, ഇതൊക്കെയാണ് ചേട്ടൻ മനോഹരമായിട്ട് പാടും, അതിമനോഹരമായിട്ട് പാടും. അപ്പോൾ മറ്റുള്ളവരുടെ പാട്ട് അംഗീകരിക്കാനുള്ള വലിയ മനസ്സുള്ളൊരു മനസ്സായിരുന്നു ചേട്ടൻ്റെ. അത് നമ്മൾ പറയാതിരിക്കാൻ തരില്ല. മറ്റു പാട്ടുകാർക്ക് ഇല്ലാത്തൊരു ക്വാളിറ്റിയാണത്. അതുപോലെ തന്നെ ഗുരുക്കന്മാരെ ബഹുമാനിക്കാനായിട്ട് ചേട്ടൻ എപ്പോഴും പറയും, നമുക്ക് 5 മാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുള്ളൂ. ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, ബാബുരാജ്, രാഘവൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ. ഈ 5 പേരാണ് നമ്മുടെ മാസ്റ്റേഴ്സ്. ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരുള്ളതെന്ന് എപ്പോഴും പറയും. അപ്പം അവരുടെ ആ പാട്ടുകളെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചേട്ടനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ കുറിച്ച് അധികം പറയുന്നില്ല, ചെറിയ ചെറിയ സംഭവങ്ങൾ, എൻ്റെ അനുഭവത്തിലുണ്ടായ കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒരിക്കല് ചേട്ടനെ ഞാൻ അർജുനൻ മാസ്റ്റർ സുഖമില്ലാതെ കിടന്നപ്പോൾ ഞാൻ വളരെ നിർബന്ധിച്ച് പറഞ്ഞു, മാഷ് തീരെ വയ്യാണ്ട് കിടക്കണം, ചേട്ടനൊന്ന് കാണണം നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പള്ളുരുത്തിൽ മാഷിൻ്റെ വീട്ടിൽ പോയി. എൻ്റെ കാലിന് തീരെ സുഖമില്ലായിരുന്നു. അന്ന് ഞാനിപ്പോൾ കസേരയും ഇരുന്നു, ചേട്ടൻ നിലത്താണ് ഇരുന്നത്. ആ ഫോട്ടോ, ആ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും ഈ കൂട്ടത്തിൽ. അപ്പം പുള്ളി ബലമായിട്ട് പറഞ്ഞു, നീ മാഷ് കസേരമിരിക്കുമ്പോൾ നീ ഒരിക്കലും കസേരമിരിക്കാൻ പാടില്ല, നിലത്തിരുന്നോളാം. ഞാൻ പറഞ്ഞു, എൻ്റെ കാല് വയ്യേണ്ട, തീരെ വയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പം അർജുന മാഷ് പറഞ്ഞു, മോനെ അതവിടെ ഇരുന്നോട്ടെ, സുഖമില്ലാത്ത പോയില്ല, ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ചേട്ടൻ്റെ ഒരു ബഹുമാനത്തെ കുറിച്ച് പറയണേ. അർജുനൻ മാഷ് കസേരയിൽ ഇരുന്ന സമയത്ത് പുള്ളി പാടിയത് നിലത്തിരുന്നുണ്ട്, പാടി വെറുതെ നിലത്ത് ചമ്പറം പിടിച്ചിരുന്നുണ്ട്. അപ്പൊ അത്രയും ഒരു റെസ്പെക്ട് കാണിക്കുന്ന വ്യക്തിയാണ് പുള്ളി, നമ്മുടെ സംഗീത സംവിധായകരൊക്കെ. അങ്ങനെ ഒരു പ്രത്യേകത, ഭയങ്കര പ്രത്യേകതയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, ഈ ജൂനിയർ യേശുദാസ്മാർ ഇഷ്ടംമാരി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ, അറിയാലോ. ഒരു ജൂനിയർ ജയചന്ദ്രനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എവിടെയെങ്കിലും? ഇന്നേവരെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. ജൂനിയർ ജയചന്ദ്രൻ എന്ന് പറഞ്ഞൊരു കാട്ടുകാരൻ എവിടെയെങ്കിലും പാടണമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ പാട്ടുകളെ അനുകരിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദാസേട്ടൻ്റെ പാട്ടുകൾ ആൾക്കാർ പാടുന്നുണ്ട്, ജൂനിയർ യേശുദാസ് എന്ന് പറഞ്ഞാൽ. എങ്കിലും ജൂനിയർ ജയചന്ദ്രൻ എന്നും പറഞ്ഞൊരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക വ്യക്തിത്വം. പിന്നെ ഒരുപാട് കുസൃതികൾ, മീശയെല്ലാം പിരിച്ചു വെച്ച് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പച്ച ഷർട്ടും ചുമന്ന പാൻറ്റും ഇട്ടിട്ട് ഒരിടയ്ക്ക് നടന്നിരുന്നു അദ്ദേഹം. അപ്പം അതിനെക്കുറിച്ചൊരു ഇൻ്റർവ്യൂ ചെയ്ത് അവിടെ ചോദിച്ചു, ചേട്ടൻ്റെ ഈ വേഷം ഇങ്ങനെ മീശയെല്ലാം പിരിച്ചു വെച്ച് പച്ച ഷർട്ടും ചുമന്ന പാൻറ്റൊക്കെ. അതിന് മറുപടി പറഞ്ഞ പുള്ളി, എനിക്കിഷ്ടമുള്ള വരെയാണ് നടക്കും, നീ ആരാ ചോദിക്കാൻ? ഞാൻ ചിലപ്പോൾ നീല പാൻറ്റിടും, ചിലപ്പോൾ കറുത്ത പാൻറ്റിടും, ഒക്കെ എനിക്കിഷ്ടമുള്ള നടക്കും. അപ്പം അങ്ങനെ ഒരു വ്യക്തിത്വം, അതായത് പുള്ളി ആരെയും കൂസാത്തൊരു സ്വഭാവമാണ് പുള്ളി. അങ്ങനെ പ്രത്യേക സ്വഭാവക്കാരനാണ് പുള്ളി. ഉള്ള കാര്യങ്ങൾ തുറന്നു പറയും. അത് ആരായാലും ശരി, എത്ര വലിയ ആളായാലും ശരി, പുള്ളി തുറന്നു പറയും. അതിനെക്കുറിച്ചൊരു രസകരമായിട്ടൊരു വസ്തു എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്റർ ആദ്യകാലത്ത് ജയേട്ടൻ്റെ വലിയ സുഹൃത്തായിരുന്നു, ഒരുമിച്ച മുറിയിൽ താമസിച്ചിരുന്നത്. അന്ന് ദാസേട്ടനായിട്ട് അടുപ്പമൊന്നുമില്ല. പിന്നെ ദാസേട്ടനായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ പാട്ടുകൾ മുഴുവൻ ദാസേട്ടനെ കൊണ്ട് രവിയേട്ടൻ പാടിച്ച് പാട്ടുകൾ മുഴുവൻ. അപ്പം അതിനെക്കുറിച്ച് പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞു. ദേവരാജൻ മാസ്റ്ററും അർജുനൻ മാസ്റ്ററും ഒക്കെ ഉണ്ടാക്കി വെച്ച സംഗീതം, ശാസ്ത്രീയ സംഗീതത്തെ ബേസ് ചെയ്തുണ്ടാക്കിയ സംഗീതം, കുറെ കണക്കുകൾ കൊണ്ടുവന്ന ഒരു മഹാനിവിടെ, ഒരു കണക്കുകൾ കൊണ്ട് ഒരു കുസൃതി കാണിച്ച് പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരാളുടെ ഇവിടെ എന്ന് പറഞ്ഞു. പേര് പറഞ്ഞില്ല പുള്ളി, രവിയേട്ടനാണ് പറഞ്ഞത്. പുള്ളി ഇങ്ങനെ കണക്കുകൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ച് പുള്ളിയുടെ പാട്ടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയൊക്കെ ഇറങ്ങിയുള്ള പാട്ടുകളാണല്ലോ രവിയേട്ടൻ്റെ പാട്ടുകൾ. അതിൻ്റെ ഗംഗയെന്ന് പറയും, കുറേ നീട്ടും കുറയ്ക്കും, പിന്നെ കുറേ നീട്ടും, ഇങ്ങനെ കുറേ കുസൃതികൾ കാണിച്ചിട്ടുള്ളൊരു സംഗീത സംവിധായകൻ വന്നെന്ന് പറഞ്ഞ് പുള്ളി അതിനെക്കുറിച്ച് ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കമൻസ് എഴുതി പുള്ളിയെക്കുറിച്ച്. ഇയാളാണ് ഇത് പറയാനായിട്ട്. നമ്മൾ ജയേട്ടനെ കുറേ ചെയ്ത് പറഞ്ഞ് കുറേ ആൾക്കാർ എഴുതി.
അതിനെക്കുറിച്ചൊരു വേദിയിൽ വെച്ച് ഒരാൾ പറഞ്ഞു, ഇങ്ങനെ ജയേട്ടനെ കുറിച്ച് ഫേസ്ബുക്കിലൊക്കെ ധാരാളം കമൻസ് വന്നിട്ടുണ്ട്, ജയേട്ടനെ അഭിപ്രായം പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഒന്നുമില്ല, ഒരു വാട്സാപ്പും ഇല്ല വാട്സാപ്പും ഇല്ല. എനിക്ക് എൻ്റെ കയ്യിൽ ആകെയുള്ളൊരു ഇത്രയുള്ളൊരു ചെറിയൊരു മൊബൈലാണ്. എനിക്കതിൽ കാണാൻ പറ്റില്ല, എന്നെക്കുറിച്ച് ആരും തെറി പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ വാട്സാപ്പൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ ആളാണ് പുള്ളി. അപ്പം എന്ത് കാര്യങ്ങളും വളരെ നിസ്സാരമായിട്ട് എടുക്കും, അതൊരു പ്രശ്നമല്ല പുള്ളിക്ക്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു തമ്പുരാൻ്റെ എല്ലാ തമാശകളും വ്യക്തിത്വവും ആ പ്രൗഢിയും എല്ലാം നിറഞ്ഞ ഗായകനാണ് ജയേട്ടൻ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജീവിതത്തിൽ പല, നമ്മൾ പറയില്ലേ നിയോഗം എന്ന് പറയില്ലേ, അതുമാതിരി പല നിയോഗങ്ങളും അനുഭവിച്ചറിഞ്ഞാണ് ജയേട്ടൻ. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറെ നാൾ പാട്ടില്ലാതിരുന്ന സമയത്താണ് കമൽ സാറിൻ്റെ അടുത്ത്, പണ്ടെങ്ങോ പറഞ്ഞ് ഓർത്ത് കമൽ സാറ് വിളിച്ചിട്ട് നിറം എന്ന് പറഞ്ഞ ചിത്രത്തിൽ പ്രായം നമ്മിൽ മോഹം നൽകി എന്നുള്ള പാട്ട് ജയേട്ടനെ കൊണ്ട് പാടിച്ച് വളരെ നാളുകൾക്ക് ശേഷം. അപ്പം അത് കൊടുക്കാൻ നേരത്ത് കോളേജിലെ കുട്ടികൾ പാടുന്ന പാട്ടുകൾ ജയേട്ടൻ പാടി നന്നാവുമെന്ന് ചോദിച്ചപ്പോൾ സംശയം പറഞ്ഞപ്പോൾ അതിൻ്റെ സംഗീത സംവിധായകൻ വിദ്യാസാഗർ പറഞ്ഞത് ഇത് ജയൻ സാർ പാടിയ വളരെ മനോഹരമായിരിക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ പാടിയ പാട്ടാണത്. നിങ്ങൾക്കറിയാമല്ലോ, കേരളം മുഴുവൻ പിടിച്ച് കുലുക്കിയൊരു പാട്ടാണത്. അദ്ദേഹം പാടി കുറേ നാളുകൾക്ക് ശേഷം വന്നിട്ട്. അതാണ് ഒരു നിയോഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എത്രയോ നമുക്കറിയാം, ഒരു 5 തവണ നമ്മുടെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു, 4 തവണ തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചു, പിന്നെ കലൈമാമണി എന്ന് പറഞ്ഞ വലിയ പുരസ്കാരം തമിഴ്നാടിൻ്റെ. പിന്നെ നമ്മുടെ 2020 JC ഡാനിയൽ അവാർഡ് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള സംഭാവന എന്നുള്ള ആൾക്കെന്നാണ് കിട്ടിയത്. JC ഡാനിയൽ അവാർഡ് കൊടുത്തു. ഈ JC ഡാനിയൽ അവാർഡിനെ കുറിച്ചൊരു തമാശയുണ്ട്. ഇത് കൊടുത്തത് പിണറായി വിജയൻ സാറാണ്. സ്റ്റേജിൽ ചെക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, ചെക്ക് മേടിച്ചിട്ട് മടക്കിയിട്ട് ഷർട്ടിൻ്റെ മടക്കിൽ വെച്ചിട്ട് നേരെ തെറുത്തിങ്ങനെ വെച്ചു ഷർട്ടിൻ്റെ ഉള്ളിലേക്ക്. കണ്ടിട്ടുള്ളവരുണ്ടാവും. അപ്പം അതിനെക്കുറിച്ച് വിജയൻ സാർ പറഞ്ഞു, വിജയൻ ഇത് ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, അതവിടെ ഇരുന്നോളെന്ന് പറഞ്ഞു പുള്ളി, ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട്. അപ്പം അത്രയും ഒരു എന്താ പറയുന്നത്, നമ്മൾ കൊച്ചുകുട്ടികളുടെയൊക്കെ ഒരു സ്വഭാവമുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അധികം ദീർഘിക്കുന്നില്ല. ഞാൻ പണ്ട് തബല വായിച്ചിരുന്ന ഒരാളാണ്. കുറേ വർഷം, 10-30 വർഷം തബല വായിച്ചിരുന്നു. ദാസൻ്റെ കൂടെ, ജയേട്ടൻ്റെ കൂടെ എല്ലാം തബല വായിച്ചിട്ടുണ്ട്. അത് നിർത്തിയിട്ട് 22 കൊല്ലമായി, പാട്ട് എഴുതാൻ മാത്രമേ. അപ്പം ജയേട്ടൻ്റെ കൂടെ തബല വായിച്ചിരുന്ന സമയത്ത് കുറേ നല്ല കോമഡി അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഇവിടെ നമ്മളെ മൻസൂറിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി എല്ലാവരും കൊതിച്ചിരിക്കുമ്പോൾ ഞാമെന്ന് ഇവിടെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുള്ളൂ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ജയേട്ടനായിട്ടുള്ളൊരു സൗഹൃദം പങ്കുവയ്ക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട് ജയേട്ടൻ പോയി എന്നുള്ളൊരു സത്യം. ഞാൻ അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി കാണാനായിട്ട് പോയില്ല. കാരണം എൻ്റെ മനസ്സിലുള്ളൊരു മുഖം ഒരു തമ്പുരാൻ്റെ മുഖമാണ് ആ വ്യക്തിത്വം. അപ്പം അത് മനസ്സിൽ നിന്ന് പോകണ്ടെന്ന് വെച്ചിട്ട്, മരിച്ചു കിടക്കുന്നൊരു മുഖം കാണണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പോയില്ല. അപ്പം അങ്ങനെ പല എന്താ പറയുക, സകലകലാവല്ലവൻ, മൃദംഗം വായിക്കും നന്നായിട്ട് ചെറുപ്പത്തിൽ, പിന്നെ അതിമനോഹരമായിട്ട് പാടും, പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് 2-3 സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നക്ഷതങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിമനോഹരമായിട്ട് ഒരു തമ്പുരാൻ, ചതുരംഗത്തിനോട് താല്പര്യമുള്ളൊരു തമ്പുരാനായിട്ട്. അപ്പം അതിനെക്കുറിച്ച് ഞാനൊരിക്കലും ചോദിച്ചു ചേട്ടനോട്, ചേട്ടൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അഭിനയിക്കാത്ത കൂടുതലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മമ്മൂട്ടിയും മോഹൻലാലും മറ്റേ ഔട്ടായി പോകും ഞാൻ അഭിനയിച്ച, അതിൻ്റെ പേരിൽ ഞാൻ പിന്മാറിയതാണെന്ന് പുള്ളി പറഞ്ഞു ചിരിച്ചുകൊണ്ട്. അപ്പം അങ്ങനെ എല്ലാം തമാശയായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പം നമ്മൾ ഈ ഒത്തുകൂടി, എല്ലാവരും കൂടി ഒത്തുകൂടി, ഇത്രയും സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഒത്തുകൂടി നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്മരണാഞ്ജലി, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മൾ പങ്കുവയ്ക്കേണ്ട ഇവിടെ വളരെ എന്താ പറയുന്നത്, നമുക്ക് കിട്ടുന്നൊരു വലിയ ഭാഗ്യമാണ്. നമ്മുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം. യേശുദാസിനെ പോലുള്ള മഹാനായിട്ടുള്ള ഗായകൻ്റെ പാട്ടുകൾ കേൾക്കാനായി, ജയചന്ദ്രനെ പോലുള്ള മഹാന്റെ പാട്ടുകൾ കേൾക്കാറായി, സുശീലമ്മ, ജാനകിയമ്മ തുടങ്ങിയ പാട്ടുകൾ, അവരുടെ എല്ലാം പാട്ടുകൾ കേട്ട് നമ്മൾ വളർന്നു വന്ന ആൾക്കാരാണ് അധികം പേരും പ്രായമുള്ളവർ. അത് വലിയ ഭാഗ്യമാണ് ജീവിതത്തിൽ. വയലാറിനെ പോലെ, ഭാസ്കരൻ മാഷിനെ പോലുള്ള ആളുകൾ എഴുതിയ പാട്ടുകൾ, അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാം ഭാഗ്യവാന്മാരാണ്.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നോ നാളെയോ വിളക്കേടും ശൂന്യമാം അന്ധകാരം എന്ന് പറഞ്ഞ മാതിരി നമ്മളെല്ലാം ജീവിതത്തിൽ ഇന്നോ നാളെയോ വിളക്കേടും അന്ധകാരം നമുക്കുണ്ട്. അപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പാട്ടുകൾ കേൾക്കുക, നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക. ജേട്ടൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സ്മരണാഞ്ജലി നമുക്ക് പങ്കുചേരാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് ഉപസംഹരിക്കുകയാണ്. ജേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, എല്ലാം ഗുരുവായൂരപ്പനിലാണ് എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നതെന്ന് പറയാറുണ്ട് എപ്പോഴും. ഈശ്വര വിശ്വാസിയായിരുന്നു അദ്ദേഹം. നമുക്കത് സത്യമാണോ മിഥ്യയാണോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു വളരെ സത്യമായിട്ട് തന്നെ പറയാൻ ഞാനത്, അദ്ദേഹം മരിച്ചത് ഗുരുവായൂർ ഏകാദശിയിലെന്നാണ് മരിച്ചത്. അതൊരു വലിയ ഒരു എന്താ പറയുന്നത്, ജീവിതത്തിൽ വലിയ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു മരണമാണെങ്കിൽ കൂടി ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് നമുക്കത് കാണാം. ആ ദിവസം തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. എല്ലാ എന്താ പറയുന്നത്, നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാനും എൻ്റെ കണ്ണീർ പൂക്കൾ ജേട്ടൻ്റെ സ്മരണാഞ്ജലിക്ക് മുമ്പിൽ അർപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഒറ്റ കാര്യമുള്ളൂ, ഇന്നൊരു വാർത്തയുണ്ട്. നമ്മൾ 6 പേര്, ഒരു ചെറുപ്പക്കാരൻ 6 പേരെ കൊന്നൊരു വാർത്ത. അവിടെയാണ് നമ്മൾ ചിറ്റൂർ ഗോപിയെ പോലെയുള്ള, മൻസൂറിനെ പോലെയുള്ള, ജേട്ടനെ പോലെയുള്ള മൺമറഞ്ഞു പോയ ഒരുപാട് ഗാനരചയിതാക്കളും ഇപ്പോഴുള്ള ചിറ്റൂർ ഗോപിച്ചേട്ടനെ പോലെയുള്ള രചയിതാക്കളെ നാം കാണേണ്ടത്. ഈ അടുത്തിറങ്ങിയൊരു സിനിമയിലൊരു 4 വരി എനിക്ക് മുഴുവൻ കിട്ടില്ല. അണ്ണൻ വന്നാൽ ഞാനാണ് രാജാവ്, പേനാക്കത്തി കൊണ്ടാണ് നമ്മളിനി ഹരിശ്രീ എഴുതേണ്ടത്. ശരിയാണ്, അങ്ങനൊരു പാട്ടുണ്ടല്ലോ, എനിക്കറിയില്ല, ആവേശത്തിലൊരു പാട്ടാണ്. 4 വരി തന്നെ ഈ നാടിനെ നശിപ്പിക്കുന്ന തരത്തിൽ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് ആ സിനിമയിലെ വരികൾ. ചോര കൊണ്ട് ജ്യൂസ് അടിക്കുക, ഇതല്ലേ ഇപ്പോൾ കാണണേ. എനിക്ക് കിട്ടണില്ല. നേരത്തെ പ്രസംഗത്തിന് വേണ്ടി പഠിച്ചിരുന്നു, ഇപ്പം ഒന്നും അത് കിട്ടിയില്ല. ആ 5-6 വരികൾ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഒരുപാട് പാട്ടുകൾ. ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നത് ഈ പാട്ടുകൾ കേൾക്കാനാണ്. രാവിലെ മുതൽ അല്ലെങ്കിൽ ദിവസങ്ങളായി ജീവിതത്തിൻ്റെതായ, കുടുംബത്തിൻ്റെതായ ജോലി തിരക്കുകൾ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, ഓരോ പ്രശ്നങ്ങളിലും നമ്മുടെ ജീവിതം ഇങ്ങനെ ഫാസ്റ്റായി മുന്നോട്ട് പോകുമ്പോൾ ഒരല്പം അതിൽ കിട്ടുന്ന ഒരു സംഗീതം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയത്തിൽ മാറ്റിമറിക്കുന്നതിൻ്റെ സ്വന്തം ഭാവഗായകൻ ജയചന്ദ്രൻ എന്ന ജയേട്ടൻ ഈ കഴിഞ്ഞ ജനുവരി 9-ാം തീയതിയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞു പോയത്. ഞാൻ എല്ലാ രീതിയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, യേശുദാസ് എന്ന മഹാഗായകൻ സൂര്യനാണെങ്കിൽ ജയചന്ദ്രൻ എന്ന ജയേട്ടൻ ചന്ദ്രനാണ്. ഈ 2 നക്ഷത്രങ്ങളാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതിലിപ്പോൾ ജയേട്ടൻ നമ്മൾ എന്നേക്കുമായി ഇവിടെ പറഞ്ഞു. പാടിയ ഗാനങ്ങളെല്ലാം തന്നെ അതിമനോഹരമായിട്ടുള്ള ഗാനങ്ങളായിരുന്നു. ഈ പരിസര പ്രദേശത്ത് ഇപ്പൊ 4-ാം വട്ടമാണ് ഞാനിവിടെ എത്തുന്നത്. അന്ന് കണ്ട നമ്മുടെ അമ്മമാരെല്ലാം ഇന്നും അതുപോലെ തന്നെ ചിരിച്ചു. ഇഷ്ടഗാനങ്ങൾ നിങ്ങൾക്ക് എഴുതുകയോ പറയുകയോ ചെയ്യാം. 1973 കെ സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ചുക്ക് എന്ന ചിത്രം. മലയാളത്തിലെ മഹാനായ കവി വയലാർ രാമവർമ്മ എന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ എഴുതിയ ഗാനം. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ ജയേട്ടൻ പാടിയ ആ പ്രണയഗാനമാണ് ഇഷ്ടപ്രണേശ്വരി നിന്റെ ഏതും തോട്ടം എനിക്ക് വേണ്ടി എന്ന് ആരംഭിക്കുന്ന ഈ ഗാനം. മലയാളത്തില് ഇപ്പോൾ 92 വയസ്സിലൊക്കെ കിടക്കുന്ന പ്രിയപ്പെട്ട നടൻ മധു എന്ന മധുസാർ ചാക്കോ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രമാണ് ചുക്ക് എന്ന ചിത്രം. ജയേട്ടന്റെ 73 ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനം ഇഷ്ടപ്രാണേശ്വരി എന്ന് ആരംഭിക്കുന്ന ഗാനം.
മലയാള ഭാഷകൻ മാതകഭംഗിന്യൻ മലർമന്ദഹാസമായി വിരിയുന്നു. 20 1973 വേണു സംവിധാനം ചെയ്ത പ്രേതങ്ങളുടെ താഴ്വര എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാർ തമ്പി സാറിന്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ ജേട്ടൻ പാടി പഴയകാല നടനായ രാഘവൻ എന്ന നടൻ CID ഓഫീസർ ആനന്ദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു ചിത്രം. ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരൊറ്റ സബ്ജക്റ്റ് 3 ചിത്രമായിട്ട് വന്നിട്ടുണ്ട്. അതായത് CID നസീർ, ടാക്സിക്കാർ, പ്രേതങ്ങളുടെ താഴ്വര. CID നസീറിലും ടാക്സിക്കാരിലും പ്രേം നസീർ സാറായിരുന്നു നായകൻ. അദ്ദേഹത്തിന്റെ പേര് നസീർ തന്നെ. ഇതിന്റെ 2 വിജയത്തിന് പേരിലും 3ാമത്തെ ചിത്രം എടുത്തപ്പോൾ നസീർ സാറിന് ഒരു കാരണവശാലും ഡേറ്റ് ഇല്ല, അത്രയ്ക്ക് തിരക്ക്. അപ്പോൾ വേറെ ദിവസമൊക്കെ വെക്കാൻ, അടുത്ത കൊല്ലത്തേക്ക് വെക്കാന്ന് വെച്ചാൽ സമയമില്ല. അങ്ങനെ വന്നപ്പോൾ അന്ന് പുതുമുഖ നടനായ രാഘവന് വെച്ച് CID ഓഫീസറാക്കിയിട്ട് ആ പടം കൊടുത്തെങ്കിലും പടം പാളീസായി പോയി. പാട്ടുകൾ വിജയിച്ചു. കാരണം നസീറിനെ അല്ലാതെ CID ആയിട്ട് കാണുമ്പോൾ മലയാളികൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതാണെന്ന് സംഭവിച്ചത്. എന്തായാലും അതിലെ ഗാനങ്ങളെല്ലാം തന്നെ വളരെ മനോഹരമായിരുന്നു. ദാസേട്ടൻ്റെ പാട്ടിനേക്കാളും ഏറ്റവും മുകളിലെത്തിയത് ജേട്ടൻ്റെ പാട്ടായിരുന്നു. മലയാള ഭാഷകൻ മാതകഭംഗിന്യൻ മലർമന്ദഹാസമായി വിരിയുന്നു എന്നറിയിക്കുന്ന ഗാനം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ വത്സൻ അവർക്ക് വേണ്ടി ഈ ഗാനം സമർപ്പിക്കുന്നു. സംഗീതം എനിക്ക് തന്ന പുണ്യം. 2016 വയലാർ അച്ഛൻ്റെ 101 പാട്ടുകൾ 10 മണിക്കൂർ ബൈഹാർട്ട് പാടി എൻ്റെ 5ാമത്തെ റെക്കോർഡിട്ടത്. അപ്പോൾ പ്രിയപ്പെട്ട ജേട്ടൻ ഈ പാട്ട് എന്നും ഗോപിച്ചേട്ടനോട് പറയും. ആ പാട്ടിൻ്റെ ഓരോ വരികളും അത്രയും ഭാവസാന്ദ്രമായിട്ടാണ് ജേട്ടൻ പാടിയിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട ഗാനം എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഗോപിച്ചേട്ടന് വേണ്ടി സമ്മാനിക്കുന്നു. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ എന്നാരംഭിക്കുന്ന ഗാനം. കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിന്മയനങ്ങൾ അവയിൽ മുഖമോക്കുമെന്റെ വികാരങ്ങൾ ആവേശപരിതങ്ങൾ ബാധത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ മുഖമോക്കുമെന്റെ വികാരങ്ങൾ ആവേശപരിതങ്ങൾ. പ്രമയോപനിഷത്തിലെ കയ്യസനങ്ങളിൽ നുണക്കൊടി പൂമോടും പൂനിലകൾ കാത്തുവന്നവയുടെ രചനാമണികൾ കാത്തുഹരിയെന്നിന്ന് ഉപദിച്ചു കാത്തിനെ ഞാൻ ചതിച്ചു അവുനിന്റെ ആലിമാറയും 41 കള്ളന്മാരും എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മ എന്നെ പ്രിയപ്പെട്ട അച്ഛൻ്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിലെ ജേട്ടൻ പാടി മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാർ ആലിബാബ എന്ന ടൈറ്റിലുള്ള അഭിനയിച്ച ചിത്രം അക്കാലത്തെ ഏറ്റവും പോപ്പുലറായ ഒന്നാണ്. ജേട്ടൻ പാടി പ്രേം നസീർ സാർ പാടി അഭിനയിച്ച ആ പ്രിയപ്പെട്ട ഗാനം റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ എന്നാരംഭിക്കുന്ന ഗാനം.
റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധയോ ആദമയോടെ അകകിൽ പൂമ്പൊടിയാറുമേ ആറുമേ ആറുമേ റംസാനിലെ ചന്ദ്രികയോ ഗോപുരത്തിൻ തങ്ക പടവിറങ്ങും താളമോ പുഷ്പത്താളമോ മുന്തിരി ചൊടിയിലെടുത്തു എന്നെ മന്ദസ്മിതത്തിൽ മടിയുറങ്ങാൻ അനുവദിക്കൂ എന്റെ പിളർന്ന മാതിൽ പടരുന്ന കോവളിയാക്കൂ കോവളിയാക്കൂ റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറുപത്തൊടിയഴകിൽ പൂമ്പൊടിയാറുമേ